വിഷ്ണു ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ എന്താ എനിക്കൊരു മാർഗ്ഗം? എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ഇരുട്ടാണ്ട് ഒരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. സോറി പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കി വെച്ച ഡാമേജ് മാറില്ല. വിഷ്ണു ട്രസ്റ്റ് ചെയ്യാത്ത എന്റെ പ്രൈസിക്കാൻ ഇടപെടുന്ന ആൾ സ്നേഹിക്കാൻ കൂടി എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കപ്പ് ആണോ? നിനക്ക് കല്യാണം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? എക്സാം എഴുതണ്ട, ജോലിക്ക് പോകണ്ട, സുഖാവല്ലോ നിനക്ക്. ശില്പ, നീ ഒരുമാതിരി മറ്റോടത്ത് വർത്താനം പറയും. നിന്നെ എന്റെ കാശ് കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? വിഷ്ണു ഇപ്പൊ പോയെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇന്ത്യക്ക് വട്ടായി. എന്താ പ്രശ്നം? ഒന്നുമില്ല പച്ച, ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് വിഷ്ണു. ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അത് പോട്ടെ, പാസ്റ്റ് ഒന്നും എനിക്കറിയണ്ട. അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്റെ പച്ച ഇതൊന്നും കേട്ടാൽ മനസ്സിലാത്ത ആളെ അപ്പച്ചെന്ന് മൂക്ക് തോന്നാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. നമ്മോട് വീട്ടിലേക്ക് ഇല്ലേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പൊക്കോ ഇരിക്കും. വിഷ്ണു അല്ലേ? ആ, എന്നെ മനസ്സിലായോ? ശില്പയുടെ അപ്പച്ച. ആ, അതാ വിഷ്ണുവിന്റെ പ്രശ്നം. അങ്ങനെ മാത്രമേ എന്നെ അറിയുള്ളൂ. എവിടെയാ വീട്? കൊടുങ്ങല്ലൂർ എവിടെ? മാർക്കറ്റിന്റെ ബാക്ക് സൈഡിൽ ഹൗസിംഗ് കോളനിയിൽ ഇപ്പം എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പ് ഉണ്ട്. വിഷ്ണുവിന്റെ പ്രശ്നം. എനിക്ക് ശില്പന് ഇഷ്ടമാണ്. വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാറുണ്ട് ഞാൻ ആരായിരുന്നു. നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടി തൂങ്ങി ചാവെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചാവട്ടെ എന്ന് പറയും. അപ്പോഴാണ് അവൾ പറയുന്നത് നീ ആയിട്ടൊരു ബന്ധമില്ലെന്ന്. അല്ല, അവള് ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞ അവൾക്ക് ശരിക്കും ഇഷ്ടമാണ്. സാറിന്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നും സാറിന്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ